അയാളുടെ കണ്ണുകളിൽ നീറി നിന്നിരുന്നു. ഒന്നും മിണ്ടാതെ അയാൾ ഉള്ളിലേക്ക് നടന്നു. ഷൂസ് ഊരാൻ മിനക്കിടാതെ കിടക്കയിലേക്ക് തളർന്നു കിടന്നു. അരികിൽ ചെന്നിരുന്ന് അനീഷ ഷൂസ് ഊരിയെടുത്തു. ശബ്ദം സ്വാഭാവികമാക്കാൻ ശ്രമിച്ചുകൊണ്ട് വരുൺ ആരാഞ്ഞു. കുട്ടികളുടെ രണ്ടുപേരും സ്റ്റേഡിയമിലുണ്ട്. പരീക്ഷയ്ക്ക് ഇനി ദിവസം 4 ഉള്ളൂ. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലെന്ന് വരുണിന് തോന്നി. അനിഷ, ഞാൻ നഗരം മുഴുവൻ അറിഞ്ഞു. ഒരു ഓക്സിജൻ ബൂത്ത് പോലും തുറന്നിട്ടില്ല. പലയിടത്തും ആൾക്കൂട്ടം ബൂത്തുകൾ തകർത്തിട്ടിരിക്കുകയാണ്. ഓക്സിജൻ കിറ്റുകൾ തട്ടിയെടുക്കാൻ. ഓക്സിജൻ തീർന്നു പോയ കുറേ മനുഷ്യർ റോഡരികിലും ബൂത്തിനരികിലുമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അന്തരീക്ഷത്തിലെ മലിനമായി ശ്വസിച്ച് ആസ്മാരോഗികളെ പോലെ പിടയുന്നത്. ശരിക്കും കരയിൽ പിടിച്ച മത്സ്യങ്ങളെ പോലെ. കുറേ നിമിഷങ്ങൾ കഴിഞ്ഞ് അയാൾ കൂട്ടിച്ചേർത്തു. അനിഷ, നീ പേടിക്കരുത്. വഴിയിലൊക്കെ ആളുകൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചു കിടപ്പുണ്ട്. ഈ ഫ്ലാറ്റിന്റെ താഴെ കിടപ്പുണ്ട് 2 ശരീരങ്ങൾ. അനീഷയുടെ കണ്ണുകൾ ഭയത്താൽ തുടിച്ചു. ഇത് കൃത്രിമ ക്ഷാമമാണ് അനിഷ. കരിഞ്ചന്തൽ കിട്ടുമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ക്ഷാമവാർത്തകൾ ചാനലുകൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ പണക്കാരൊക്കെ കുറേ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാകും. കിറ്റിന്റെ വില കൂട്ടാൻ കമ്പനിക്കാർ കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കുന്നതുമാകാം. കഴിഞ്ഞ ആഴ്ച ഓക്സിജൻ കിറ്റിനുള്ള സബ്സിഡി സർക്കാർ എടുത്തു കിടന്നതോടെയാണ് എല്ലാ ദുരിതങ്ങളും ആരംഭിച്ചത്. ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 7000 പേർ മരിച്ചിട്ടുണ്ട്. അനീഷ വേവലാതിപ്പെട്ടു. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരിൽ മരണപ്പെട്ടാൽ ഗവൺമെന്റ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരില്ലേ? തെരഞ്ഞെടുപ്പല്ലേ വരാൻ പോകുന്നത്? വരുൺ വല്ലാത്തൊരു ചിരിച്ചിരിച്ചു. തെരഞ്ഞെടുപ്പ്, പുറത്തെടുപ്പ് എന്നാണ് പറയുന്നത്. ഓരോ 5 കൊല്ലം കൂടുമ്പോഴും ജനം സഹിക്കാൻ കഴിയാതെ ഭരണകൂടത്തെ പുറത്താക്കിയാണ്. ഇതിനെ തെരഞ്ഞെടുപ്പ് എന്ന് വിളിക്കുന്നത് തന്നെ അസംബന്ധമാണ്. പൗരന് പ്രാണവായു കൊടുക്കാൻ കഴിയാത്ത സർക്കാർ എന്തിനു നിലനിൽക്കണം? അനീഷ വരുണിനോട് ചേർന്നിരുന്നു. വരുൺ, എനിക്ക് നല്ല പേടിയുണ്ട്. അനീഷ, നമ്മുടെ ടെൻഷനൊന്നും കുട്ടികളല്ല. അവരുടെ പഠനത്തെ ഒന്നും ബാധിച്ചുകൂടാ. ചാനലുകളോ പത്രങ്ങളോ കുറച്ച് ദിവസത്തേക്ക് തുറക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ എന്ത് കിട്ടിയതുമാണ് പറഞ്ഞത്? അവരെല്ലാം അറിയുന്നുണ്ട്. അവരുടെ ലാപ്പിലും മൊബൈലും ഒക്കെ ലോകം മുഴുവനുണ്ട്. നന്നായി പഠിച്ചാൽ മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാൻ മറന്നു. അച്ഛനും അമ്മയ്ക്കും ഫുഡ് കൊടുത്തില്ലേ? 2 കഴിച്ചു. ഇപ്പോൾ വിളിച്ചു കൊടുത്തല്ല, ഉച്ചത്തിലാണ്. ഉറങ്ങുമ്പോൾ 2 കിറ്റിന്റെ റെഗുലേറ്റർ മിനിമം ആക്കിയിട്ടില്ലേ? ഉണ്ടെന്ന് അനീഷ തലയാട്ടി.